രാഷ്ട്രപതി ഭവനിൽ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ക്ഷണിക്കപ്പെടാതെ എത്തിയ അതിഥിയിലാണ് ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധ. കഴിഞ്ഞ ദിവസമാണ് മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച ഒരു വീഡിയോ ആണ്. പുള്ളിപ്പുലി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മൃഗം അലക്ഷ്യമായി പരിസരത്തുകൂടി നടക്കുന്നതായി കാണുന്ന ഒരു വീഡിയോ ആണ് പ്രത്യക്ഷപ്പെട്ടത്. ഞായറാഴ്ച ഡൽഹിയിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ 8,000-ഓളം അതിഥികൾ പങ്കെടുത്തു. വിദേശ നേതാക്കളും പ്രമുഖരും വ്യവസായികളും സിനിമാ താരങ്ങളും പങ്കെടുത്തവരിൽ ഉൾപ്പെടുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ ഈ മൃഗത്തെക്കുറിച്ചാണ് ഇപ്പോഴുള്ള ചർച്ച. വൈറലായ വീഡിയോയിൽ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ രാഷ്ട്രപതി ഭവന്റെ ഇടനാഴിയിൽ പുള്ളിപ്പുലി എന്ന് തോന്നിപ്പിക്കുന്ന മൃഗത്തെ കണ്ടെത്തിയെന്നാക്കി ചർച്ച. ഹ്രസ്വമായ ഈ വീഡിയോ ക്ലിപ്പ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. ഇത് കാഴ്ചക്കാർക്കിടയിൽ ഒരു ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ്. ചിലർ ഇത് പുള്ളിപ്പുലിയാണോ എന്ന് സംശയിച്ചു. മറ്റു ചിലർ ഇത് പൂച്ചയാണോ നായയാണോ എന്നൊക്കെയാണ് സംശയിക്കുന്നത്. ഇത് പുള്ളിപ്പുലിയാണോ സാധാരണ പൂച്ചയാണോ അതോ നായയാണോ? ഒരു ഉപഭോക്താവ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്. മറ്റൊരു ഉപഭോക്താവിന്റെ സംശയം, ഇതൊരു പുള്ളിപ്പുലിയാണെങ്കിൽ കാവൽക്കാർ എന്താണ് ചെയ്യുന്നത്? ഈ ലംഘനം അതും രാഷ്ട്രപതി ഭവനിൽ നടന്നിട്ടും അവർ അറിഞ്ഞില്ലേ എന്നാണ് ചോദ്യം. വാലും നടത്തവും കാരണം ഒരു പുള്ളിപ്പുലിയാണെന്ന് തോന്നുന്നു. മറ്റൊരാൾ പറയുന്നത് വാലും നടത്തവും കാരണം ഇതൊരു പുള്ളിപ്പുലിയാണെന്ന് തോന്നുന്നു എന്നാണ്. എന്തായാലും കാര്യങ്ങൾ സമാധാനപരമായി കടന്നുപോയി. ഈ മൃഗം ഏതാണെന്നും ഇനി വല്ല സുരക്ഷാ വീഴ്ചയും ഉണ്ടായോ എന്നുമാണ് ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ച നടക്കുന്നത്.